Hi, good morning. Next chapter sequences and their limits. എന്താണ് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് is a function. Sequence of real numbers. Sequence is a function. Function ആകുമ്പോൾ ഇതിന് ഡൊമൈൻ വേണം. Whose domain is a set of natural numbers. Natural numbers. And the range is the set of real numbers. The set of real numbers. അപ്പോൾ ഇതാണ് സീക്വൻസിനെ കുറിച്ച്. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് is a function whose domain is the set of natural numbers and range is the set of real numbers. അപ്പോൾ ശരിക്ക് നാച്ചുറൽ നമ്പർ സെറ്റ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്കറിയുന്ന പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം natural number set is 1, 2, 3, 4, 5, etc. n plus 1, etc. നമുക്ക് ഇതിനോടൊരു കറസ്പോണ്ടൻസ് ഉള്ള ഒരു സെറ്റ്, അതാണ് ഇത് ഡൊമൈൻ ആയിട്ട് വരുന്ന സെറ്റ് എന്ന് പറഞ്ഞാല് ഈ നാച്ചുറൽ നമ്പറിലെ ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ ഉണ്ടാവുക എന്നുള്ളതാണ് സീക്വൻസിന്റെ പ്രത്യേകത. അത് സീക്വൻസിലെ ഓരോ എലമെന്റും എത്രാമത്തെ ആളാണ് നമുക്ക് പറയാൻ പറ്റും. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് A1, 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് A2, A3, A4, an plus 1, etc. ഇതാണ് നമ്മളൊരു സീക്വൻസിനെ ജനറലി ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോ നമ്മളെ സീക്വൻസിനെ കോമൺ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു എക്സാമ്പിൾ നോക്കുക. an ഈക്വൽ ടു 1/2 raised to n എന്ന് പറഞ്ഞാൽ a1 ഈക്വൽ ടു 1/2 raised to 1, 1/2 raised to 2, 1/2 raised to 3, etc. 1/2 raised to n, 1/2 raised to n plus 1, etc. അപ്പൊ ഇങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകും സീക്വൻസ്. അപ്പോ an ഈക്വൽ ടു -1 raised to n plus 1 ആണെങ്കിലോ n 1 ആവുമ്പോ +1, n 2 ആവുമ്പോ -1, 1, -1, etc. What is the 100th term? -1 raised to 101, 100th term. 101th term 1. Yes. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസിലെ എലമെന്റ്സിന്, സീക്വൻസ് എന്ന് പറഞ്ഞാല് ഒരു അറേഞ്ച്മെന്റ് ആണ്. ശരിക്ക് റിയൽ നമ്പേഴ്സിന്റെ ഒരു നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ശരിക്ക് ഒരു സീക്വൻസ്. അപ്പൊ ഒരു സീക്വൻസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഈ സീക്വൻസിലെ പോലെ ടേം റിപ്പീറ്റ് ചെയ്യാം. മാത്രമല്ല എത്രാമത്തെ ടേമും നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മീനിങ് ഓഫ് എ സീക്വൻസ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സീക്വൻസ് നോക്കാം. വാട്ട് ഈസ് കോൺസ്റ്റന്റ് സീക്വൻസ്? ഒരു സീക്വൻസിലെ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാല്
ഒരു സീക്വൻസിലെ ടേം ഒരു പോയിന്റിൽ തന്നെ നിൽക്കുക, അപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുക. അപ്പൊ ഈ ടേമിലെ സീക്വൻസ് ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയല്ല. an ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ a1 ഈക്വൽ ടു ബി, a2 ഈക്വൽ ടു ബി, എക്സെട്രാ an ഈക്വൽ ടു ബി. That is an plus 1 equal to b. That is the sequence b, 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 etc. b, etc. This is the sequence. This is a constant sequence. Whereas the sequence b raised to n. What about the sequence b raised to n? Sequence b raised to n equal to b square, b cube, etc. b raised to n plus 1, etc. For example, 2 square, 2 cube, 2 raised to 4. അങ്ങനെ പോകുന്ന sequence. Now, another example is Fibonacci sequence. Fibonacci sequence നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. Fibonacci sequence പലതരത്തിലും ഡിഫൈൻ ചെയ്യാറുണ്ട്. സീക്വൻസ് നമ്മൾ സാധാരണ Fibonacci sequence നമ്മൾ ക്യാപിറ്റൽ F എന്ന് പറയും. അതിന്റെ ടേംസിനെ ഓപ്പൺ ബ്രാക്കറ്റിലിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. Fn. F equal to Fn is the Fibonacci sequence. What are the terms? First term is 1. Second term is 1. From third, what about third term? Third term is 1 plus 1 or F1 plus F2. What about the fourth term? F2 plus F3. So in general, we can define the Fibonacci sequence as F1 equal to 1, F2 equal to 1, Fn plus 2 equal to Fn plus 1. What about n? ഇവിടെ 1 ആയി 2 ആയി തേർഡ് ടേം അല്ലേ? തേർഡ് ടേം ഇവിടെ കിട്ടുമ്പോൾ n greater than or equal to 1. So this is the definition of the Fibonacci sequence. All the terms of the sequence can be found from this formula. Such a formula is called a recursive formula. What is recursive formula? Recursive formula is a formula in which a function call itself. ഒരു ഫോർമുലയിൽ തന്നെ അടുത്ത എന്താ പറയാ, ഒരു ഫോർമുല തന്നെ ഒന്നോ രണ്ടോ ഗിവൺ വാല്യൂസ് തരിക, എന്നിട്ട് ഒരു ഫംഗ്ഷൻ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ മുൻ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിനാണ് റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ഫാക്ടോറിയൽ ഒക്കെ റിക്കേഴ്സീവ് ഫോർമുലയാണ്. ഫാക്ടോറിയൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? 0 factorial equal to 1, n factorial equal to n into n minus 1 factorial. So എങ്ങനെയാണ് ഇതാ ഫാക്ടോറിയൽ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാം. Fn ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാം. That is the 1 or 2 terms are given and the function called itself. അപ്പൊ ഇവിടെ 1 factorial എങ്ങനെ ഡിഫൈൻ ചെയ്യും? 1 into 0 factorial. What about 0 factorial? It is 1. What about 2 factorial? 2 factorial, 2 into 1 factorial is 2 into 1, right? 3 factorial equal to 3 into 2 factorial is 3 into 2 into 1. This is the way in which we define the factorial of a natural number. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, പോസിറ്റീവ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഈ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനൊക്കെ നമ്മൾ ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്യും. ഇതാണ് ചെയ്യുന്ന ഐഡിയ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ് ഫോർമുല ആണ്. അതാണ് നമ്മൾ ഫിബനാക്കി സീക്വൻസ് അടക്കം ഇനിയും കുറെ എക്സാമ്പിൾ അത് വെച്ചിട്ട് വരാനുണ്ട്, കൂടുതൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, ലിമിറ്റ് ഓഫ് എ സീക്വൻസ് നോക്കുക. ഇതാണ് നമ്മുടെ
കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. എന്താണ് സീക്വൻസ് നമുക്ക് ആവശ്യം വരുന്നത് എന്നുള്ളത് സീക്വൻസിന്റെ ലിമിറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എന്താണ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കുക, ഒരു സീക്വൻസ് എടുക്കുക, an equal to 1/n. So what about the terms of the sequence? 1, 1/2, 1/3, 1/4, etc. 1/n, 1/n plus 1. Now, ഈ സീക്വൻസിന് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഈ സീക്വൻസിന് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇതിലെ ഞാൻ ക്ലോസ് ഇന്റർവൽ 0, 1 വെറുതെ അടയാളപ്പെടുത്തുകയാണ്. ഇനി ഈ ഇന്റർവെൽ ഈ സീക്വൻസിലെ ടേമുകൾ അടയാളപ്പെടുത്താം. This will be the first term of the sequence 1. What about A2? It is somewhere in the middle, A2 equal to 1/2. What about A3? A3 equal to 1/3 of the entire interval, somewhere here. A3. A4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ദിസ് A4. ഇതിന്റെ മൊത്തത്തിലുള്ള 1/5 ആണ് A5, A6, A7, A8, A9, A10, A11. How many terms are there? Okay, ഇവിടുന്ന് അങ്ങോട്ട് പിന്നെന്താണ് സംഭവിക്കുക വെച്ചാല് ടേമുകൾക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. Now, what happens to this sequence? This sequence move towards 0 but does not reach there. അല്ലെ, പൂജ്യത്തിൽ ഒരിക്കലും എത്തില്ല. ഈ സീക്വൻസ് ഒരിക്കലും പൂജ്യമാവില്ല. പക്ഷേ ഓരോ സ്റ്റെപ്പിലും ഈ സീക്വൻസിലെ എൻട്രീസും പൂജ്യവുമായിട്ടുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും. നോക്കുക, ഒന്നാമത്തെ ടേം 0 തമ്മിൽ 1 യൂണിറ്റ് ദൂരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കിലോമീറ്റർ ആയിട്ട് കണക്കാക്കാം. 1 കിലോമീറ്റർ ആണ് 0-ഉം A1-ഉം തമ്മിലെങ്കിൽ A2-ഉം 0-ഉം തമ്മിൽ എത്ര ദൂരമേ ഉള്ളൂ? 1/2 കിലോമീറ്റർ ഉള്ളൂ. A3-യോ അല്ലെ 1/3 കിലോമീറ്റർ ഉള്ളൂ അല്ലെ. A4-ഓ 1/4 കിലോമീറ്റർ. A100 ഉണ്ട്, 100 അല്ലെ. A100 ആവുമ്പോ എത്രയായി ദൂരം? 1/100th of 1 kilometer. 10 മീറ്ററേ ഉള്ളൂ. A1000 ആവുമ്പോഴോ 1 മീറ്റർ ഉള്ളൂ. A10,000 ആവുമ്പോഴോ എത്ര? 1 സെന്റിമീറ്ററോ. അപ്പോ അങ്ങനെ പൂജ്യവുമായിട്ടുള്ള ദൂരം ഓരോ യൂണിറ്റിലും ഓരോ ടേമും കുറച്ച് കുറച്ച്. ഇനി A1 lakhും A1 crore ഒക്കെ കിടക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ അത്രയും ടേംസ് ഉണ്ട്. സോ as the suffix n increases, 1, 2 ആവുമ്പോഴോ ഇവിടെ ദൂരം കുറയും. അപ്പോ as n increases, the distance between an and 0 decreases. ഡിക്രീസ് ചെയ്യുക മാത്രാണോ? ഡിക്രീസ് ചെയ്യുക മാത്രല്ല, എത്ര ഡിസ്റ്റൻസ് കുറയണം എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. എത്ര ഡിസ്റ്റൻസ് കുറയണം എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നു. അതെങ്ങനെ? ഫസ്റ്റ് ടേം സീക്വൻസും തമ്മിലുള്ള ദൂരം എത്രയാണ്? 1. നോക്കുക, മോഡ് A1 minus 0 equal to 1, റൈറ്റ്? അതാണ് ദൂരം എന്ന് പറഞ്ഞാല്. Now, mode an minus 0 less than 1 can be made less than 1. എപ്പോ?
സീക്വൻസിലെ ടേമും പൂജ്യവും തമ്മിലുള്ള ദൂരം ഒന്നിനേക്കാളും കുറക്കാൻ പറ്റും. സീക്വൻസിലെ ടേമും പൂജ്യവും തമ്മിലുള്ള ദൂരം എത്രയാണ്? ആദ്യത്തെ ടേമും പൂജ്യവും തമ്മിലുള്ള ദൂരേ 1 ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ 1-നേക്കാളും കുറവാണ്. This holds when n greater than or equal to 2. The terms of the sequence and the limit 0 is less than this 1. എപ്പോ മുതല് ഈ 1-ലെ ടേമിനെ മാത്രമേ വെട്ടണ്ടുള്ളൂ, ഇതിനെ ഒഴിവാക്കണ്ടുള്ളൂ. A2 മുതൽ എല്ലാ ടേമുകളും n greater than or equal to 2. This may be treated as a game. എത്ര ദൂരം കുറയണം? എത്രാമത്തെ ടേം മുതൽ എടുക്കണം? Yes. Mode an minus 0 less than 1/4. What about n? n greater than or equal to 5. കാരണം a4 equal to 1/4. Fourth term 1/4 ആണ്. Can you continue this game? That is mode an minus 0 less than 1/100. What about n? n greater than or equal to 1/1. Okay. So we can make mode an minus L. We call this 0 as limit L. This distance can be made less than any pre-assigned quantity. എങ്ങനെ നമുക്ക് 1/100? നമ്മൾ വെറുതെ എടുത്താണ് 1/100. Can be made less than any epsilon by choosing n greater than or equal to some number. This is called the convergence of a sequence. That is, the sequence an converges to a real number L if for epsilon positive there exists a natural number n such that mode an minus L less than epsilon for n greater than or equal to capital N. What about this? എന്താണ് ഈ പറയുന്നത്? Sequence an a1 a2 a3 a4 sequence an converges to a point capital L if the terms of the sequence can be made less than any pre-assigned epsilon. This distance can be made less than this epsilon after a finite set. n മുതൽ nth term മുതൽ capital nth term മുതൽ സീക്വൻസും ലിമിറ്റും തമ്മിലുള്ള ദൂരം can be made less than a pre-assigned epsilon. This is the convergence of a sequence. ഒരൊറ്റ എക്സാമ്പിൾ കൂടിയും പറയാം. Sequence n equal to minus 1 raised to n by n. Minus 1 raised to n plus 1 by n. What about the first term?
A1 equal to the -1 1 interval ആണ് ഞാൻ എടുക്കുന്നത് 0 middle. What about A1 here? What about A2? -1/2 here. What about A3? A4, A5, A6, A7. What happens here? ഓരോ സ്റ്റെപ്പിലും A1ഉം A2ഉം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ജമ്പ് ചെയ്യാണ്. ജമ്പിങ് ബിറ്റ്വീൻ -1 and +1. But the magnitude of jump is becoming smaller so that at each step the terms of the sequence approaches this limit to 0. So again we can say that this sequence converges to 0. But what about the sequence n equal to -1 raised to n plus 1? ഇത് കൺവേർജന്റ് ആണോ? ഇതേപോലെ തന്നെ വീണ്ടും അടയാളപ്പെടുത്താം -1 + 1. What about first term? A1 here, A2 here, A3, A4, A5, A6. നമുക്ക് 0 നമ്മളൊരു 10,000 ടേം കഴിയാൻ കാത്തു നിന്നു. അപ്പോഴും -1ലും +1ലും തന്നെയാണ് നിൽക്കുന്നത്. പൂജ്യമായിട്ടുള്ള ദൂരം കുറക്കാൻ ഒരു വഴിയില്ല. So this sequence is divergent, not convergent. The sequence is divergent. Okay, ഇന്ന് ഇത്ര മതി, ബാക്കി അടുത്ത ക്ലാസ്.